തൃശൂർ പാലപ്പിള്ളി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം 3 കൂട്ടമായാണ് ജനവാസ മേഖലയിൽ ആനകൾ ഇറങ്ങിയത്. പാലപ്പിള്ളിയിൽ ഇന്ന് ഇറങ്ങിയത് 37 കാട്ടാനകളാണ്. ചേട്ടാ ആടെ കാടൊക്കെ പോലെ തൃശൂരിൽ നിന്ന് ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആസിഫ്, പാലപ്പിള്ളിക്കാരെ സംബന്ധിച്ച് അവർ ഭീതിയോടെയാണ് ഓരോ ദിവസവും കഴിയുന്നത് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 37 കാട്ടാനകളാണ് ഇറങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണോ? ഈ 37 കാട്ടാനകൾ എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ട കാട്ടാനകൾ മാത്രമാണ്. എന്നാൽ ഈ പാലപ്പിള്ളി പ്രദേശത്തിന് മറ്റു പല ഭാഗങ്ങളിലും ഇന്ന് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പിള്ളത്തോട് ഭാഗത്താണ്, പാലഭാഗത്താണ് രാവിലെ ഒരു കൂട്ടം കാട്ടാനകൾ ഈ തോട്ടത്തിൽ നിലയുറപ്പിച്ചത്. ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാട്ടാനകൾ നിലയുറപ്പിച്ചത്. അതിനുശേഷം ഇത് തോട്ടം മേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ആ സമയത്താണ് നാട്ടുകാർ കൃത്യമായി തോട്ടം തൊഴിലാളികളോടക്കം വിളിച്ചു പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാട്ടാന കയറി വരുന്നതിന് സൂചന ഇത്തരത്തിൽ നാട്ടുകാർ നൽകുന്നുണ്ട്. ഈ പ്രദേശത്ത് തന്നെയാണ് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 തോട്ടം തൊഴിലാളികൾക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തത്. ആ പ്രദേശത്തിന് സമീപം തന്നെയാണ് വീണ്ടും ഈ കാട്ടാനകൾ സ്ഥിരമായി തമ്പടിക്കുന്നത്. അതോടൊപ്പം ഈ പാലപ്പിള്ളിയിൽ തന്നെ മറ്റൊരു പ്രദേശത്ത് 11ഓളം വരുന്ന കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കാട്ടാനകളെയാണ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തുകയും വീണ്ടും കാട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തത്. അത് ഏകദേശം 2 മണിക്കൂറോളം സമയം, രാത്രിയിലെത്തിയ കാട്ടാനകൾ പുലർച്ചെ കയറിപ്പോകാതെ ഏകദേശം 9 മണി വരെയുള്ള സമയത്ത് അത് ഈ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ആ കാട്ടാനകളെയും അല്പം മുമ്പാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് ഓടിച്ചയച്ചത്. അതിനു പിന്നാലെയാണ് പിള്ളത്തോട് ഭാഗത്ത് സ്ഥിരമായി കാണുന്ന കാട്ടാനക്കൂട്ടമല്ലാത്ത കൊമ്പന്മാർ മാത്രമടങ്ങിയ ഒരു കാട്ടാനക്കൂട്ടം അല്പം മുമ്പ് ഇവിടെ എത്തിയത്. മൊത്തം 11 കൊമ്പന്മാരാണ് ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നത്. അതിൽ 9 കൊമ്പന്മാർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഇവിടെയുള്ള ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ അനീഷ് നാരായണൻ ആണ് ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. അത് ഏകദേശം ഒരു 15-20 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ ഇത്രയും കൊമ്പന്മാർ മാത്രം അടങ്ങുന്ന കാട്ടാനക്കൂട്ടം ഈ ഒരു ഭാഗത്ത് കൂടി, ഞാൻ നിൽക്കുന്നതിന് തൊട്ട് പിന്നിൽ കൂടി റോഡ് ക്രോസ് ചെയ്ത് പോയത്. അതിന് സമീപത്ത് തന്നെ തൊഴിലാളികൾ ആ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തൊഴിലാളികളെ അടക്കം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് പോയി വിവരം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ കൊമ്പന്മാർ മാത്രം അടങ്ങിയ കൂട്ടത്തെ ഇങ്ങനെ സാധാരണഗതിയിൽ ഇവിടെ കണ്ടുവരുന്നതല്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ആ 11 കൊമ്പന്മാരടങ്ങുന്ന കൂട്ടത്തിൽ 9 കൊമ്പന്മാർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഒരു പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായി നിലനിൽക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അതോടൊപ്പമാണ് ഈ പുലിയുടെ സാന്നിധ്യവും ഈ ഒരു പ്രദേശത്തുണ്ട്. 2 മാസത്തിനിടയിൽ 6 സ്ഥലങ്ങളിലായാണ് പശുക്കിടാക്കളെ പുലി ആക്രമിച്ച് കൊന്നത്. അത്തരത്തിൽ പുലിയുടെ സാന്നിധ്യവും സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഈ പാലപ്പിള്ളി പ്രദേശം. ഇതിനെ ശാശ്വതമായി ഈ ഒരു വന്യമൃഗ ശല്യം തടയാൻ ആവശ്യമായുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഏതായാലും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിനവർ പ്രധാനമായും പറയുന്നത് ഫെൻസിംഗ് സംവിധാനങ്ങൾക്കൊപ്പം തന്നെ കിടങ്ങുകളടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ കാട്ടാനക്കൂട്ടത്തെ ഈ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് നമ്മൾ തന്നെ നേരിട്ടെത്തി ഈ ഒരു 37 കാട്ടാനകൾ, 3 കൂട്ടങ്ങളിലായി 37 കാട്ടാനകൾ ഈ ഒരു പ്രദേശത്തെ സാന്നിധ്യം നമ്മൾ നേരിട്ട് രാവിലെ കണ്ട് മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം മറ്റു പ്രദേശങ്ങളിലും തോട്ടമേഖലയുടെ പല ഭാഗങ്ങളിലും ഈ കാട്ടാനകളുടെ കൂട്ടം ഒറ്റയ്ക്കും വേർതിരിഞ്ഞുമെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും രൂക്ഷമായ കാട്ടാന ആക്രമണം അനുഭവിക്കുന്ന ഒരു മേഖലയായി പാലപ്പിള്ളി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ 6 മണി കഴിഞ്ഞാൽ ജനങ്ങൾ ഇവിടെ പുറത്തിറങ്ങാറേ ഇല്ല. അതോടൊപ്പം തന്നെ ജനവാസ മേഖലയിലേക്ക് രാത്രികാലങ്ങളിൽ കാട്ടാന കടന്നുവരും തടയാനായി തീയും മറ്റും ഇട്ടുകൊണ്ട് ഇവരിങ്ങനെ മണിക്കൂറുകളോളം
അങ്ങനെ പുലർച്ചെ വരെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട്. അങ്ങനെ പൂർണ്ണമായ തോതിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ കാട്ടാനക്കൂട്ടം ഇങ്ങനെ ഈ ഒരു ജനവാസ മേഖലയിൽ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന പുലിയുടെ ശല്യവും രൂക്ഷമായി പാലപ്പള്ളിയിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളും ഈ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ശരി ആസിഫ്, വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിരിക്കുകയാണ് പാലപ്പിള്ളിക്കാർ എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ 3 കൂട്ടമായിട്ടാണ് അവിടെ ജനവാസ മേഖലയിൽ ആനകൾ ഇറങ്ങിയിട്ടുള്ളത്.